അല്ല, പ്രഖ്യാപിച്ച തീരുമാനത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പല ആളുകളും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് കുട്ടികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൻ്റെ അകത്ത് ഇൻറ്റേർണലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുട്ടി 1-2 ദിവസം ആ കുട്ടിക്ക് അത്യാവശ്യമെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളത്. അതിപ്പോൾ ഞാനൊരു അധ്യാപികയാണ്. ഞാൻ പഠിപ്പിച്ചിരുന്ന സ്ഥാപനങ്ങളിലും എൻ്റെ വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ നാളെ ഇന്ന കാരണം കൊണ്ട് ഞാൻ വരില്ല എന്ന് പറയാറുണ്ട്. അത് മറ്റാരും അറിയേണ്ട കാര്യമില്ല. അത് ബന്ധപ്പെട്ട് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുന്നിൽ പറഞ്ഞു പോകേണ്ടത്. മറ്റുള്ളവരാരും അത് അങ്ങനെ ഒരു പരസ്യമാക്കുകയോ അത്തരത്തിലൊരു വിവാദമോ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളിപ്പോൾ ബഹിരാകാശത്തേക്ക് ഈ വനിതകൾ പോകണം എന്ന് പറഞ്ഞ യുവതികളെല്ലാം പ്രാപ്തരാക്കുന്ന ഒരു സമൂഹം ഒരു പുതിയ യുഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ സമയത്ത് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ ഈ സമയത്ത് മാറ്റി നിർത്തുക എന്ന് പറയാൻ മാറ്റി നിർത്തുകയല്ലല്ലോ, ആ കുട്ടികൾക്ക് അത്യാവശ്യമെങ്കിൽ അവർക്ക് ആ സൗകര്യം പ്രയോജനപ്പെടുത്താം എന്നുള്ളതല്ലേ. അതിനെ പോസിറ്റീവായിട്ട് കാണുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരെയും നിർബന്ധിച്ച് ലീവ് എടുപ്പിക്കുന്നതല്ലല്ലോ. ആ കുട്ടികൾക്ക് അത്യാവശ്യമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോഴും കുട്ടികൾ അത് അവൈൽ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് ഉത്തരവുകളും മറ്റും ഒന്നും ഇല്ലെങ്കിൽ കൂടി ആ സമയത്ത് പ്രശ്നം ഉണ്ടാകുന്ന കുട്ടികൾ ഇപ്പോഴും അവരുടെ അധ്യാപകരോട് തുറന്നു പറഞ്ഞ് ആ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. അട്ടപ്പാടിയിലെ ഈ മധു അവരുടെ കുടുംബം സുപ്രീം കോടതിയിലേക്ക് ഈ അപ്പീലിന് പോകാൻ നിൽക്കണം. അപ്പോൾ സർക്കാരിൻ്റെ സഹായം ഒരു തേടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വകുപ്പിൻ്റെ തീർച്ചയായിട്ടും അവരുമായിട്ട് സംസാരിക്കും. എന്താണ് അവരുടെ ആവശ്യമെന്നുള്ളത് തീർച്ചയായിട്ടും നോക്കും. മുഖ്യമന്ത്രി കാണുമെന്നാണ് അവർ പറഞ്ഞത്. അടുത്ത ആഴ്ച തീർച്ചയായിട്ടും സഹായം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അവിടെ നേരിട്ട് ഉടനെ തന്നെ സന്ദർശിക്കും. ഇപ്പം അടിയന്തരമായിട്ട് നമ്മൾ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മീറ്റിംഗ് ഉടനെ വിളിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയിൽ. അപ്പോൾ എല്ലാ വിഷയങ്ങളും നമുക്ക് ഒറ്റയടിക്ക് എല്ലായിടത്തേക്കും എത്താനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ പടിപടിയായി ഇപ്പോൾ ഏറ്റവും നമ്മുടെ അടിയന്തര ശ്രദ്ധ വേണ്ട സ്ഥലങ്ങളിലേക്ക് നേരിട്ടെത്തി അവിടെയുള്ളവരുമായിട്ട് കൂടിയാലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെല്ലാം രീതിയിൽ നടപടി ഉണ്ടാവും? അത് ഇപ്പം പ്രത്യേകിച്ച് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല വകുപ്പുകളുടെയും ഒരു ഏകോപനം കൂടി പല കാര്യങ്ങളിലും ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ട തരത്തിലുള്ള ഇടപെടൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഫണ്ട് ലാപ്സായിട്ട് പോകുന്നതാണ് പ്രത്യേകിച്ച് വകുപ്പിൽ തന്നെ ഏറ്റവും വലിയ വിഷയം. അതില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. അത് വരും വർഷങ്ങളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതാപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്ന് വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.